പറമ്പിലുണ്ടായേക്കുന്ന നാച്ചുറലായിട്ടുള്ള കൂണാണിത്. ഇത് മുട്ടാണ്. നമ്മളിത് കണ്ടപ്പോൾ തന്നെ രാവിലെ പറിച്ചു. ഏറ്റവും ടേസ്റ്റ് മുട്ടിനാണ്. ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ അത് വിരിഞ്ഞ് പൂവായി വന്നു വരും. ഇത് വേറൊരു ടൈപ്പ് കൂണാണ്, പറമ്പും കൂണെന്ന് പറയും. കൂണിൽ ഏറ്റവും ടേസ്റ്റ് ഇതാണ്. ഇതിൻ്റെ തണ്ട് ഭയങ്കര കട്ടിയായിരിക്കും. ചെറുതായി ഒന്ന് തൊലി കളയുകയാണ്. ചുരണ്ടി കൊടുത്താൽ മതി. അതിൻ്റെ അഴുക്കൊന്ന് മണ്ണ് ഒന്ന് കളയുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. കൈ കൊണ്ട് അടർത്തി കൊടുത്താൽ മതി. കളറങ്ങ് മാറ്റണം. നമുക്ക് ചെറുതായി ഒന്ന് ചെത്തി കൊടുക്കാം. ഞങ്ങളിവിടെ ഈ രണ്ട് ടൈപ്പ് കൂണാണ് മോസ്റ്റ്ലി ഇവിടെ കണ്ടേക്കുന്നത്. ഇത് പറമ്പ് കൂണ്, ഇത് നോർമൽ കൂണ്. നമ്മൾ ചെറു ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയേക്കാണ്. വല്ല പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകാൻ വേണ്ടിയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി നമ്മൾ അപ്പം സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നല്ലപോലെ ഇളക്കി ഒരു 10-20 മിനിറ്റ് വയ്ക്കണം. നമുക്ക് മഷ്റൂം ഫ്രൈ ചെയ്യാം. അതിനായിട്ട് എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു 5 വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൂണിൽ വെള്ളമുണ്ട്. നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ തന്നെ വെള്ളം നല്ലപോലെ വന്നു